റൂത്ത്ലെസ്. എടാ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടൊക്കെയാണ് ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നത്? അബോമിനബിൾ, ഇഗോമിനി, ഇൻഫാനി, ഓബ്ലിക്വി. മനുഷ്യനെ ഇവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് നീ എന്നെ തല്ലിയല്ലടാ. അല്ല ഉമ്മാച്ച് ഇനി കൊണച്ച ഇംഗ്ലീഷ് ഇവിടെ അടിച്ചാലുണ്ടല്ലോ. How can I escape from my brilliance? എടാ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ വെറും തോന്നല. എന്ത് ഇവൻ എന്നെ അടിച്ചോ? എടാ പുലെ ശ്രദ്ധിക്കൂ. നീ ആദ്യം പ്രേതത്തെ കണ്ടത് നിന്റെ മൊബൈലിലല്ലേ? കണ്ടില്ല, അതാണല്ലോ പ്രേതം. അതെന്തെങ്കിലും ആവട്ടെ. യേശുവിന്റെ കോള് വന്നതും നമ്മൾ മൂന്നുപേരും കിടന്നുറങ്ങുന്നതിന്റെ ഫോട്ടോ വന്നതും നിന്റെ മൊബൈലാണ്. ആ ശരിയാണല്ലോ. നീ മൊബൈലിൽ മറ്റേ പരിപാടി കാണിച്ചപ്പോഴല്ലേ സാധനം പുറത്തു വന്നത്. Again മൊബൈൽ. എടാ പ്രശ്നം നമ്മുടെ മൂന്നുപേരുടെയും മൊബൈലിനാണ്, അല്ലാതെ ഒരു പ്രേതോ ഒരു മണ്ണാങ്കട്ടി ഇല്ല. അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഇന്നലെ കണ്ണടി കണ്ടതോ? എടാ അത് വല്ല ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടായിരിക്കും. അതിനെ നമ്മൾ ഇതുപോലെ പ്രേതവുമായി കണക്ട് ചെയ്യേണ്ട എന്ത് കാര്യമുള്ളത്? അത് നമ്മുടെ ഈ 3 ഫോണും ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നല്ലേ. വല്ല മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വല്ല വൈറസും ആയിരിക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? സിമ്പിൾ, ഫോൺ മാറ്റാ. I am mollified. ആശ്വാസമായെന്ന്. മാർത്തയും ഒത്ത് ഹോണോലുലു ബീച്ചിൽ ഒരു വെക്കേഷൻ ട്രിപ്പിനിടയിലാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയത്. അവന്റെ ഒരു എക്സും ഹോണോലും വലിച്ചെറിഞ്ഞ് കളഞ്ഞേ. എടാ $1,200 per piece. മനുഷ്യന്റെ മനസമാധാനത്തിന് അതിനേക്കാളൊക്കെ ഒരുപാട് വിലയുണ്ട്. നീ ഇത് മേടിച്ചോണ്ടോന്ന് ഞങ്ങളെ പേടിപ്പിച്ച് കൊല്ലാനാ? എന്നാലും ഐഡിയ എന്തൈഡിയ? നീ വലിച്ചെറിഞ്ഞ് കളഞ്ഞത് അതല്ലടാ. പള്ളിക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ അച്ഛൻ കുറെ കാലമല്ലേ പറയുന്നു. നമ്മളോട്ട് 5 പൈസ കൊടുത്തിട്ടുമില്ല. അതിന് നിങ്ങൾ വാ, അങ്ങേരുടെ ഒരു എക്സോസിസം. ഗുഡ് മോർണിംഗ് ഗേസ്. ഗുഡ് മോർണിംഗ്. എന്നതാടാ നിങ്ങളോട് മോർണിംഗ് വാക്ക് തുടങ്ങാൻ ഞാൻ എത്ര നാളായി പറയുന്നു. That will make your body and mind fresh. ഞങ്ങൾ അച്ഛനെ വന്നൊന്ന് കാണാനിരിക്കായിരുന്നു. എന്ത് പറ്റി? റിസോർട്ടിൽ മറ്റേ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായില്ലല്ലോ. നല്ല സുഖല്ലേ? ഞാനൊന്ന് ആക്ച്വലി ഓടിയത് തന്നെ ഒരു ട്രിക്കായിരുന്നു. വിഡ്രോവൽ ടെക്നിക് എന്നാണ് എക്സോസത്തിൽ അതിന്റെ പേര്. ഞങ്ങൾ ഊഹിച്ചു. ഇവനിന്ന് രാവിലെ കൂടി പറഞ്ഞോളൂ. ഡെന്നി എന്തോ പറഞ്ഞു വന്നല്ലോ. അതച്ചോ, ഇവൻ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ 3 പേർക്കും വേണ്ടി കൊണ്ടുവന്ന ഫോൺസ് ആണ്. ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേറെ ഫോണുണ്ട്. അതുകൊണ്ട് ഇത് 3 പള്ളിക്ക് ഡൊണേറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കായിരുന്നു ഞങ്ങൾ. അതെ, റിയലി വെരി ഗുഡ്. ഞാനൊരു പുതിയ ഫോൺ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കേ. എന്റെ ഫോണിലുള്ള ക്യാമറ ആകെ 2 മെഗാപിക്സലാന്നേ. അച്ഛൻ എന്തിനാണ് ക്യാമറ? എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുക. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അയക്കാം, പിടിക്കാം. രൂപത്തിന്റെ എന്തായാലും അച്ഛൻ ഈ ഫോൺസ് ഒരു മുതൽക്കൂട്ടായിരിക്കും. പിന്നെ മാത്രമല്ല ഒരെണ്ണം കപ്പിയാർക്കും ബിഷപ്പിനും ഒക്കെ കൊടുക്കാമല്ലോ. എന്തിന്? 3 എനിക്കെന്നെ യൂസ് ചെയ്യാലോ. ഒന്ന് വാട്സ്ആപ്പ്, ഒന്ന് ഫേസ്ബുക്ക്, ഒന്ന് ഓൺലി ഫോർ കോളിംഗ് പർപ്പസ്. പിന്നെ അരമനയില് വൈഫൈ ഫ്രീ അല്ലേ. അപ്പൊ സ്കൈപ്പ്. കഴിഞ്ഞ ആഴ്ച കൺവെൻഷൻ വെച്ച് ഫാദർ പ്ലാനങ്ങാമോട് എന്നോടെ വാട്സ്ആപ്പ് നമ്പർ ചോദിച്ചപ്പോ എന്റെ ഡെന്നി ഞാനൊക്കെ ചൂളിപ്പോയി. ഇനി അതുണ്ടാവരുത്. അപ്പൊ താങ്ക് യു. സൂക്ഷിച്ച് ഉപയോഗിക്കണേ. അപ്പൊ ഞങ്ങൾ ചെല്ലട്ടെ. ഈ മൊത്തത്തിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എന്ത്? നിങ്ങളാരാ? Who are you? Where are you from? Why did you touch my hand? ഞാൻ അച്ഛൻ്റെ ചെല്ലുമുത്തി. ഇത് ജോൺ. ഇവന്റെ കയ്യിൽ ഇതുപോലുള്ള ഒരുപാട് നമ്പറുകളുണ്ട്. അച്ഛനറിയുന്ന ആളായിരുന്നു. അത് പറയണ്ടേ? ഞാൻ ഡെന്നി കോക്കൻ. ജോൺ ഡോൺ ബോസ്കോ. സാഗർ എലിയാസ് ജാക്കി. എന്തേ അങ്ങനെ ഒരു പേര്? ഡെന്നി കൊക്കൻ്റെ കൊക്കൻ വീട്ടുപേരല്ലേ? അതെ. ഞാൻ വളർന്നത് ഡോൺ ബോസ്കോ ഓർഫനേജിലാണ്. പേരിൻ്റെ കൂടെ വയ്ക്കാൻ ഒരു വീട്ടുപേരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു പേരിട്ടത്. ഇവൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. നമ്മുടെ മേരിയുടെ മോനാ. മേരിയുടെ മോൻ. അതിന്റെ ഡാഗിനിയമ്മ കല്യാണം കഴിച്ചല്ലോ. കുട്ടികളുണ്ടാവും, കല്യാണം കഴിക്കണമെന്നുണ്ട്. നാണം കിട്ടവൻ എന്തൊക്കെയാ പറയണേ. ഇവൻ ഈ കാണുന്ന പോലെയൊന്നുമല്ല. മെന്റലിസ്റ്റാ. ഫ്ലൂട്ടിസ്റ്റോ? അതാണോ ഇഷ്ടം? ഫ്ലൂട്ടിസ്റ്റ് അല്ല, മെന്റലിസ്റ്റ്. മെന്റലിസ്റ്റ്. ഇഡിയറ്റ്സ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയേക്കാൾ യാത്ര ചെയ്തിട്ടുള്ള ആള് ഇവനായിരിക്കും അല്ലടാ. ആരെയും സന്തോഷ് ജോർജ് കുളങ്ങരക്ക്? ബിഷപ്പ്. ഞാൻ തമാശയായി പറഞ്ഞതല്ല. ലോകത്തിൽ 5 മെന്റലിസ്റ്റുകളുടെ പേരെടുത്തല്ല, അതിലൊന്ന് ഇവനാ. ഈ ഡയലോഗ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. തിരുമേനി മറന്നു അല്ലേ പ്രിയ?
ജോളി കുട്ടൻ 2 കസേര എടുത്ത് പുറത്തേക്കിടാ. കളിയാക്കല്ലേ ജോണേ, നീ എന്തെങ്കിലും ഒന്ന് കാണിച്ചേ. തുണി വെക്കി കാണിക്കരുത്. അങ്ങനെ കളിയാക്കി പോകാൻ പറ്റില്ല. ഞാൻ പ്രിപ്പയർഡ് അല്ല. എന്നാ ജോൺ ഡബ്ലോസ്കോ ചെന്നാട്ടെ, ഞങ്ങൾ നീങ്ങട്ടെ. ഓക്കെ. എന്നതാ ഇത്? എന്നാ ജോ? ഇത് ലോക്കാണല്ലോടാ പോവേ. ആ അൺലോക്ക് ചെയ്താ. നോക്കട്ടെ അച്ഛോ, എന്റെ ഫോണല്ലോ ഇത്. അച്ഛോ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഇയാളെ ഇസ് ഇറ്റ് യോസ്? യെസ് അബ്സല്യൂട്ട്ലി. ശരിയാവുമെന്ന് അറിയില്ല. എന്നാ പിന്നെ എന്ത് ചെയ്യണം? Give me a hand. Hold it. Hold it. Take off your glass, please. Look at my eyes. Look at my eyes. മനുഷ്യന്മാരെ നോക്കുന്ന പോലെ മതി. എനിക്ക് പണ്ടേ പ്രോബ്ലം ഉള്ള. Think about your password. അതൊക്കെ ഞാൻ ആലോചിച്ചോളൂ. കണ്ടുപിടി. അൺലോക്കായി. ഇതല്ലടാ ഞാൻ പറഞ്ഞേ, മെന്റലിസ്റ്റ് ആണ്. ഇപ്പൊ എന്നായി? എന്നെയും കൂടെ എന്തെങ്കിലും ചെയ്യുമോ പ്ലീസ്? എന്ത് ചെയ്യാ? ഇതുപോലെ എന്തെങ്കിലും പ്ലീസ്. ബലാത്സംഗം ചെയ്താൽ മതി. അയ്യോ അതിനെ പെണ്ണല്ലല്ലോ, എന്നാലും എന്തെങ്കിലും ചെയ്യുന്നേ. ശരി നോക്കാം. ഡെന്നി, ആ. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാം. വിചാരിച്ചു. Give me a hand. ഏ? ഏയ് ഇത്ര അടുത്ത് വരണ്ട. Give me. ഓക്കെ. Hold it. Look in my eyes. Think about that thing. Think about it. Repeat that word again and again. എടുക്കുന്നു. ഒരാളുടെ പേരല്ല, സ്പാനിഷ് ഫ്ലൈ. ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിച്ചു തുടങ്ങി. കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ? ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി വാങ്ങിച്ചു. ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി വാങ്ങിച്ചല്ല. മെന്റലിസം. നോക്കി, ഈ ജോൺ ഡോൺ ബോസ്കോയെ പോലെ ലോകത്ത് കുറെ ഐറ്റംസ് ഉണ്ട്. മാജിക്, മൈൻഡ് റീഡിങ്, ഹിപ്നോട്ടിസം, ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ സാധനം. പക്ഷെ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അയാളുടെ കൈ തൊട്ടപ്പോൾ എനിക്ക് ഷോക്ക് അടിച്ചടാ. ഞാൻ മുത്തിയപ്പോൾ അച്ഛൻ കൈ മാറ്റിയത് മാജിക്. അതുപോലെ പ്രിയന്റെ ഫോണിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചത് മൈൻഡ് റീഡിങ്. എന്നെ ചെയ്തത് ഹിപ്നോട്ടിസത്തിന്റെയും മൈൻഡ് റീഡിങ്ങിന്റെയും ഒരു കോമ്പിനേഷൻ. കൊള്ളാലോ, ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. ഈ മെന്റലിസം പഠിപ്പിക്കുന്ന പോലെ സ്ഥലമുണ്ടോ? നോക്കട്ടെ, എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അതെ, ഇതൊന്നും പഠിച്ചെടുത്താൽ മോനെ സുഹാനിസ അല്ല, ഐശ്വര്യ റായെ വരെ വളച്ചൊടിച്ച് മടക്കാം. ആ ദേ, ജോൺ ഡോൺ ബോസ്കോയുടെ യൂട്യൂബ് വീഡിയോ നോക്കി. അച്ഛൻ പറഞ്ഞ വെറുതെ അല്ലല്ലേ, ഇങ്ങനൊരു ഫേമസ് ആണല്ലോ. എന്നെ കാണിച്ച സെയിം ആയിട്ടല്ലേ ഇത്? എന്ത് സ്പാനിഷ് ഫ്ലൈ? മോനെ ഒരു ഉഗ്ര സാധനം കിട്ടിയുണ്ട്. പ്രിയ നോക്കി, ആ ജോൺ ഡോൺ ബോസ്കോയുടെ മെന്റലിസം വീഡിയോ യൂട്യൂബിൽ ഉണ്ട. സണ്ണി ചേച്ചിയുടെ പുതിയ ക്ലിപ്പ് കിട്ടിയ കാര്യം പറഞ്ഞേ. ആണ് കാണിച്ചേ. അല്ല, നീ അത് ടിവിയിലേക്ക് കണക്ട് ചെയ്ത ബ്ലൂടൂത്ത്. നീ എന്തിനാ ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്തേ? ഇത് ഇവിടെ നിന്ന് മാറ്റാൻ ഞാൻ പറഞ്ഞാണല്ലോ. പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലടാ, നീ അത് കണക്ട് ചെയ്യും. എവിടെ ബ്ലൂടൂത്ത്? ഓ, മുഴുവൻ ബ്ലൂ ആണല്ലോ. ഇവളൊറ്റ ഒരു കാരണം എന്റെ കല്യാണം കലങ്ങി. അതെന്താ? ആഹാ, അത് നീ പറഞ്ഞിട്ടില്ലല്ലോ. ഔഫ്, എന്ത് കഥയൊക്കെ പിന്നെ പറയാം. നൗ ലെറ്റ്സ് വാച്ച്. അതെ, കാണാം. മാർത്തക്ക് ഇതേ ഫേസ് കട്ടാ ശരിക്കും. എടാ ശരിക്കും. നീ ലൈറ്റ് ഓഫ് ചെയ്തേ. ഒരുമിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതൊക്കെ ഉള്ളൂ. ഒരു സായിപ്പ് പറഞ്ഞല്ലോ.
എടാ ഞാൻ കാണുന്ന തന്നെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മളെ തന്നെ കാണുന്നത്. നമ്മളെത്തടേ കാണുന്നത് ശിവു. എടാ എനിക്ക് പേടിയാവണ്ട. നീ ആ ലൈറ്റ് ഇട്ടേ. ലൈറ്റ് ഓൺ ആവുന്നില്ല. ഒന്നുകൂടെ ട്രൈ നോക്കടാ പ്ലീസ്. എടാ ലൈറ്റ് ഓൺ ആവുന്നില്ലടാ. ടി വി ഓഫ് ചെയ്ത് റിമോട്ട് എവിടെ? എവിടെ? ഓഫ് ചെയ്യേ. ഓഫ് ആവട്ടെ. ഇങ്ങോട്ട് താകിട്. റിമോട്ട് വർക്ക്. പുറത്ത് ലൈറ്റ് ഉണ്ടാവും. ഇവിടെ മാത്രം പറ്റുന്ന ഇങ്ങനെ. എടാ അവിടെ എന്തുണ്ടാ? എടാ എല്ലായിടത്തും ഉണ്ടാ. വാടാ. നീ വാടാ.